Good morning. Good morning. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയിരുന്നോ? നോക്കാം, ജസ്റ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കേറുന്നേ ഉള്ളല്ലേ. ഓക്കെ, നമ്മളപ്പോ കഴിഞ്ഞ ദിവസം എടുത്തത് എന്താണ്? പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻ ആണ് അല്ലെ. അല്ലെ, പ്രധാനമായിട്ടും നമ്മള് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയനുകളെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അവർ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള കാര്യം നമ്മളൊക്കെ അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ, അവിടെ എംപ്ലോയീസ് നിലകൊള്ളുന്നത് തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസുകളുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ട്രേഡ് യൂണിയന്റെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. Problems which are faced by Indian trade unions are categorized below. Okay, for class start പോവാം. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസിൽ ഫസ്റ്റ് വൺ പറയുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ അല്ലെ. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ എന്താണ്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ എന്ന് പറയുന്നത് അതായത് പുറത്തുനിന്ന് ഒരു സമ്മർദ്ദം ആ ട്രേഡ് യൂണിയനിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് അല്ലെ. മോസ്റ്റ് ഓഫ് ദ ട്രേഡ് യൂണിയൻസ് ഇൻ ഇന്ത്യ ഹാവ് ഓൾവേസ് ഗോട്ട് ലീഡർഷിപ്പ് ഫ്രോം ഔട്ട്സൈഡ് ദെയർ സിസ്റ്റം. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും ഈ യൂണിയന്റെ ഒക്കെ ലീഡർഷിപ്പ് അതിന്റെ ആ ഒരു അല്ലെ നേതൃത്വ സ്ഥാനം പുറത്തുനിന്നുള്ള ഔട്ട്സൈഡേഴ്സ് ആയിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസ് അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻ പുറത്ത് നിന്ന് ലീഡർഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് വരുന്നത്. ലീഡർഷിപ്പ് ഈസ് ഡ്രോൺ ഫ്രം ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. നമുക്കറിയാം ഇപ്പോ ഗവൺമെന്റ് മാറി മാറി വരുന്ന ഗവൺമെന്റ് അനുസരിച്ചിട്ടുള്ള അല്ലെ അതിനനുസരിച്ചിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസുകൾ ഉണ്ടാകും അല്ലെ. ഓരോ എംപ്ലോയീസും അവരുടെ ചോയ്സ് അനുസരിച്ചിട്ടായിരിക്കും മെമ്പർഷിപ്പ് എടുക്കുന്നത് അല്ലെ. ഏത് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളത് ഓരോ പേഴ്സന്റേയും കൂടി അവകാശമാണ്. സോ ഓരോ എംപ്ലോയിയും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ട്രേഡ് യൂണിയനിലായിരിക്കും മെമ്പർഷിപ്പ് എടുക്കുന്നത്. സോ ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടാവുന്നതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. The trade unions were brought into existence by political parties of India, which played a crucial role from outside to lead the trade union. Okay, നമുക്കറിയാം ഈ ഒരു ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം ചില കമ്പനികളെയൊക്കെ അല്ലെ അവിടെ എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമല്ല എങ്കിൽ ഏത് ട്രേഡ് യൂണിയനിലാണ് നിങ്ങൾ അംഗത്വം ഓക്കെ എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആക്ഷൻ കിട്ടും അല്ലെ. ആ ഒരു മനോഭാവമാണ് ഇന്ത്യയിലേക്ക് അവലംബിച്ചു പോകുന്നത്. കാരണം എന്താണ്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് അത്ര തന്നെ അല്ലെ ബലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമുക്കറിയാം പ്രൊമോഷൻ സാധ്യത അല്ലെങ്കിൽ അവരുടെ ഡിസ്ക്രിമിനേഷൻ അല്ലെ എന്തെങ്കിലുമൊക്കെ അവരുടെ വർക്കിംഗ് കണ്ടീഷൻസോ വേജസിന്റെ ഇൻക്രിമെന്റോ എന്തെങ്കിലുമൊക്കെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും
അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ട് പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യാനായിട്ട് അവരെ അല്ലെ ഹെൽപ്പ് ചെയ്യുന്ന ട്രേഡ് യൂണിയനുകളാണ്. സോ അവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് അവരെ അല്ലെ ട്രേഡ് യൂണിയന്റെ ആ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം തന്നെയാണ്. Then main problem with this affiliation is that these political parties look for their own interest rather than protecting the workers' right and addressing their grievances. അതായത് ഇതിലെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ കുറച്ചും കൂടി സ്വാധീനം അല്ലെ അവരുടെ കൂടുതൽ അറിയപ്പെടണം എന്നൊക്കെയുള്ള മനോഭാവത്തോടു കൂടിയിട്ട് അല്ലെ അവിടെ ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സിന്റെ ഇൻട്രസ്റ്റിനേക്കാളും ഉപരിയായിട്ട് സ്വന്തം പാർട്ടിയുടേതായിട്ടുള്ള രീതിയിലുള്ള ഇൻഡസ്ട്രികൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധ്യത ഉണ്ടാവുമോ? പ്രത്യേകിച്ച് യൂണിയൻ ലീഡേഴ്സിനൊക്കെ അല്ലെ ഒരു എന്താണ് ഒരു ലീഡർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് പല തരത്തിലുള്ള കളികളും കളിക്കും അല്ലെ, ഉണ്ടാവില്ലേ? അങ്ങനെ എന്താ ചാൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഓക്കെ, അവര് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള മെയിൻ എയിം തന്നെയാണ് വരുന്നത്. എങ്കിൽ കൂടി അവിടെ മെമ്പേഴ്സ് ആവാനായിട്ട് അവര് കൂടുതൽ സ്വാധീനം അല്ലെ അവരെ തീർച്ചയായിട്ടും അവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ആ പോയിന്റിൽ എടുത്തു പറയുകയാണ് ദ മെയിൻ പ്രോബ്ലം വിത്ത് ദിസ് അപ്ലിക്കേഷൻ ഈസ് ദാറ്റ് ദീസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ലുക്ക് ഫോർ ദെയർ ഓൺ ഇൻട്രസ്റ്റ് അല്ലെ അവരുടെ പാർട്ടിയുടെ ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കും rather than protecting the workers' right and addressing their grievances. ഓക്കെ, അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് അല്ലെങ്കിൽ അവരുടെ റൈറ്റ് സാക്ഷാത്കരിക്കുന്നതിനേക്കാൾ ഉപരി സ്വന്തം അല്ലെ പാർട്ടിയുടെ കുറച്ച് നിലനിരപ്പ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പ്രാധാന്യം കൊടുക്കാനായിട്ട് അവര് പരിശ്രമിക്കും എന്നുള്ളതാണ്. സോ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകൾ കമ്പനിയിലൊക്കെ അവിടെ അല്ലെ സാന്നിധ്യം അർപ്പിക്കുന്നത് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ആണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരെക്കാൾ കൂടുതൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാർട്ടീസിന്റെ കുറച്ച് ലീഡർഷിപ്പ് അല്ലെ ആ ഒരു സമീപനമൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. അല്ലേ? ഹെഡിങ് മനസ്സിലാക്കി വെക്കാം. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് മൾട്ടിപ്പിൾ യൂണിയൻസ്. ഓക്കെ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു കമ്പനിയിൽ ഒരു യൂണിയൻ തന്നെയാണോ ഉണ്ടാവുക? ഒരു യൂണിയൻ മാത്രമായിരിക്കും ഉണ്ടാവുക? അല്ല അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള യൂണിയനുകൾ ഉണ്ടാവും. നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസിന്റെ ഇഷ്ടാനുസരണമായിരിക്കും അവർ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. സോ മൾട്ടിപ്പിൾ യൂണിയൻസ് നമുക്കറിയാം ഒന്നിലധികം യൂണിയൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും അല്ലെ CUT, AIT ഒക്കെ അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള യൂണിയനുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം വിവിധ പാർട്ടികളുടെ മേധാവിത്വം തന്നെ അവിടെ ഓരോ യൂണിയനിലും പ്രകടമായിരിക്കും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യൂണിയനുകൾ ഒന്നിലധികം ആവുമ്പോഴെന്താണ് ഉണ്ടാവുക? അവിടെ ഒന്നിലധികം യൂണിയൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അവിടെ കോൺഫറൻസുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം മത്സരാധിഷ്ഠിതമായിട്ടായിരിക്കും ഓരോ യൂണിയനുകളും പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മുടെ പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പാർട്ടികളും അവരുടെ ലീഡർഷിപ്പ് ഉള്ളവരൊക്കെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകാനായിട്ട് ശ്രമിക്കും. സോ അങ്ങനെ വരുമ്പോഴെന്താണ് മത്സരാധിഷ്ഠിതമായിട്ടുള്ള അല്ലെ യൂണിയൻ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോരുത്തർക്ക് എന്തെങ്കിലും റൈറ്റ്സും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്രശ്നോത്തരമായിട്ട് തന്നെ അവര് ചിലപ്പോൾ പ്രവർത്തിച്ചു വരിക്കും. നമുക്ക് ദീസ് ആർ മൾട്ടിപ്പിൾ യൂണിയൻസ് ബോത്ത് അറ്റ് ദ ഇൻഡസ്ട്രി ആൻഡ് അറ്റ് ദ പ്ലാന്റ് ലെവൽസ്. ഓക്കെ, വ്യവസായ മേഖലയിലാണെങ്കിലും തോട്ട മേഖലകളിലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള യൂണിയനുകൾ ഉണ്ടാവാം. These unions sometimes work for a contradictory purpose and hence pose a great threat to industrial harmony and peace. Okay, അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം എന്താണ് യൂണിയനുകൾ എപ്പോഴും അല്ലെ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ അല്ലെ അവരുടെ മാക്സിമം അവര് പരിശ്രമിക്കുന്നത്. കുറച്ചും കൂടി എല്ലാവരുടെ ഇടയിലേക്ക് നമ്മുടെ പേര് അല്ലെ അത് നേടിയെടുക്കണം എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക. സോ എന്താണ് അവർ ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും അല്ലെ ഒരു കൂട്ടര് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ മറ്റൊരു കൂട്ടർ. കാരണം അവിടെ എന്താണ് ഒരു യൂണിയനും മേലാധിപത്യം അല്ലെ സ്ഥാപിച്ചു പോകരുതെന്നുള്ള മനോഭാവത്തോടു കൂടിയിട്ടായിരിക്കും മറ്റൊരു യൂണിയൻ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവര് ചെയ്തു കൂട്ടുന്നത് അല്ലെ. These unions sometimes work for a
contradictory purpose and hence pose a grave threat to industry harmony. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ വ്യവസായത്തിന് ഐക്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. ചിലപ്പോൾ അവിടെയുള്ള മെമ്പേഴ്സ് തമ്മിൽ യൂണിയന്റെ പേരിലൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ മത്സര സ്വഭാവത്തോട് കൂടിയിട്ടായിരിക്കും അവരവിടെ പ്രവർത്തിക്കുന്നത്. സോ അവിടെ ഒരു ഐക്യം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. This problem of multiple unions arises when there are two or more trade unions in the same plant or industry. Okay, നമുക്കറിയാം ഒരുപാട് അല്ലെ these problems of multiple unions arise അല്ലെ. ഒരുപാട് ഒന്നിലധികം യൂണിയനുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കൂടുതൽ അല്ലെ അതിൽ കൂടുതലുള്ള യൂണിയനുകൾ അവിടെ ഉടലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം കോൺഫ്ലിക്ട്സുകൾ യൂണിയൻ അറൈസസ് തന്നെ അങ്ങനെ സ്ഥാപിച്ചു വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കോൺഫ്ലിക്ട്സുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഒന്നോ രണ്ടോ മാത്രമല്ല അതിലധികം യൂണിയനുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. They attempt to outdo each other and put reveal claims on each other. Okay, നമുക്കറിയാം ഓരോരുത്തരും അല്ലെ അവരുടേതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ അല്ലെ പ്രധാനമായിട്ട് നമുക്കറിയാം എതിരാളികൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഡ്രൈവർ ക്ലെയിംസ് നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഓരോ യൂണിയനിലും ഉള്ളവര് ചെയ്തു കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത്. Such unions compare with each other in their functions. ഓക്കെ, ഓരോ യൂണിയനുകളാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ അത് എത്രയും ബെറ്റർ ആക്കി തീർക്കണം എന്നുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇരുകൂട്ടരും അല്ലെ വ്യത്യസ്തമായിട്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. Then such a situation arises due to presence of various craft union in the industry. ഓക്കെ, നമുക്കറിയാം അങ്ങനെയൊക്കെ എന്തുകൾ വരുമ്പോഴേ നമുക്കറിയാം ഓരോ ജീവനക്കാർക്കും അല്ലെ ഇപ്പോ നമുക്കറിയായിരുന്നു ഏതോ ഒരു തൊഴിലാണെങ്കിലും ആ തൊഴിലിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ അവര് സംഘടിക്കും അല്ലെ. അവിടെ എന്താണ് സൂപ്പർവൈസേഴ്സ് ആണെങ്കിൽ അവരുടെ ഒരു യൂണിയൻ അല്ലെങ്കിൽ എന്താണ് അവരൊരു ഒത്തൊരുമ അല്ലെ. അപ്പൊ അവരെല്ലാവരും കൂടി ചിലപ്പോണെങ്കിൽ ഇന്ന ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കും അല്ലെ. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവർ ഡിഫറെന്റ് ആയിട്ടൊക്കെ തന്നെ അവിടെ വേർതിരിഞ്ഞുകൊണ്ട് തന്നെ യൂണിയനിലൊക്കെ ഫോം ചെയ്യും. Then a higher degree of negative impact as compared to positive impact is noticed on the employee-employer relations due to the existence of multiple unions. ഇങ്ങനെ ഒരുപാട് ഒന്നിലധികം യൂണിയൻസ് ഒക്കെ വരുമ്പോൾ എന്താണ് ചിലതിൽ അവര് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടർക്കും നമുക്കറിയാം നല്ലൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ എംപ്ലോയറിനെ സംബന്ധിച്ച് ചിലവരെയൊക്കെ എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ചില കൂട്ടരെയൊക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ കൈകാര്യം ചെയ്യാനേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. ചിലപ്പോ യൂണിയനുകൾ റിവേഴ്സ് ആവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇടയ്ക്ക് വെച്ച് അല്ലെ അവര് ചില വിഷയം കൂടെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ അവര് അല്ലെ ആ ഒരു വിശ്വസ്തത നഷ്ടപ്പെടാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം യൂണിയനുകൾ ഡിഫറെന്റ് ആവുമ്പോൾ ഓരോ കൂട്ടരും വളരെ അല്ലെ കോമ്പറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ ഫംഗ്ഷൻ ലിസ്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ നല്ല നിലപാട് നിലനിർത്തി പോകുമ്പോൾ ചിലപ്പോൾ റിവേഴ്സ് ആയിട്ടും ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു യൂണിയനെ ഉള്ളെങ്കിൽ ആ യൂണിയനെ സപ്പോർട്ട് ചെയ്ത് അല്ലെ അവിടെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും എല്ലാം സാധിക്കും അല്ലെ. അതേസമയം ഒന്നിലധികം യൂണിയനുകളൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. തൊഴിലുടമയ്ക്ക് അവരോട് സപ്പോർട്ട് ചെയ്യണോ ആ യൂണിയനോട് സപ്പോർട്ട് ചെയ്യണോ അങ്ങനെയുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ അല്ലേ. പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻ സെക്കൻഡ് പോയിന്റ് ജസ്റ്റ് വായിച്ചു നോക്കാം. 2 പോയിന്റ് നമ്മൾ എടുത്തു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഔട്ട്സൈഡ് നേച്ചർ, ദെൻ മൾട്ടിപ്പിൾ യൂണിയൻസ്. ഇവിടെ മെയിൻ പ്രോബ്ലം എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. എന്താണ് സ്വന്തം ഇൻട്രസ്റ്റിനാണ് യൂണിയന്റെ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇതാണ് വിച്ച് ഈസ് ദ മെയിൻ റീസൺ അല്ലെ മെയിൻ പ്രോബ്ലം എന്നുള്ള രീതിയിൽ യൂണിയന്റെ പ്രോബ്ലംസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എങ്കിൽ ഓർത്ത് വെച്ചേക്കുക. The main problem with this affiliation is these political parties look for their own interest rather than the protecting the workers' right and addressing their grievances. Okay.
ഓക്കെ ആണോ? അയച്ചു നോക്ക്. ഓക്കെ, തേർഡ് പോയിന്റിലേക്ക് പോവാം. യൂണിയൻ റൈവലർ അല്ലെ, അവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് നോക്കാം. അതായത് നമുക്ക് വൈരാഗ്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അവിടെ എന്താണ് വൈരാഗ്യങ്ങൾ എന്ന് പറയുമ്പോൾ യൂണിയനിലെ മെമ്പേഴ്സുകളൊക്കെ തമ്മിൽ അല്ലെ, നമുക്ക് ചിലപ്പോഴൊക്കെ പേപ്പറിലൊക്കെ ന്യൂസുകളല്ലേ നമ്മൾ പ്രധാനമായിട്ടും ന്യൂസുകളിലൊക്കെ കാണുന്നത് അല്ലെ, എന്തെങ്കിലും വൈരാഗ്യങ്ങൾ മൂലം എന്തെങ്കിലുമൊക്കെ അല്ലെ അപകടങ്ങൾ വരുത്തി വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട്. അതിനെ പ്രധാനമായിട്ടും ഉണ്ടാവുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ യൂണിയനെ നമുക്കറിയാം, ഓരോ പേഴ്സൺസും അല്ലെ അവരെ പോഷിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ലീഡേഴ്സ് അതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റു കൂട്ടർക്കൊക്കെ അവരോട് അല്ലെ എന്തെങ്കിലും വിദ്വേഷങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അത് നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രിയിലാവുമ്പോൾ ഇൻഡസ്ട്രീനെ തന്നെ അതിന്റെ തന്നെ വർക്കിംഗ് കണ്ടീഷനെ കാര്യമായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവുന്നു. അപ്പൊ ആ ഒരു യൂണിയൻ റൈവലറിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. റൈവലറി എന്ന് പറയുമ്പോൾ ദ റൈവലറി ബിറ്റ്വീൻ different unions can be of the following types. Inter-union rivalry. When a rivalry exists between two groups of the same union, then such a rivalry is called inter-union rivalry. അതായത് നമ്മുടെ വൈരാഗ്യം അല്ലെ, നമുക്ക് വൈരാഗ്യം വേണമെങ്കിൽ ഓരോ ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ നമുക്കറിയാം. ഉള്ളിൽ തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിയനിലെ മെമ്പേഴ്സുകളായിരിക്കും അങ്ങനെ ഒരു വൈരാഗ്യം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുക അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ കണ്ടു വ്യത്യസ്ത ട്രേഡ് യൂണിയനുകളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ട്രേഡ് യൂണിയനിൽ തന്നെ ചിലപ്പോൾ ആണെങ്കിൽ സ്പ്ലിറ്റേഷൻ അല്ലെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആണെങ്കിൽ ഐക്യത്തോട് കൂടിയിട്ട് അഭിപ്രായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാതെ വരുന്നു. അപ്പൊ അവിടെ തന്നെ ആ യൂണിയന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ സ്പ്ലിറ്റ് ആയിട്ട് തീരുമാനങ്ങളെയൊക്കെ അല്ലെ, ചില തീരുമാനങ്ങൾ വരുമ്പോൾ ചിലർ പോസിറ്റീവ് ആയിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ ചിലർ നെഗറ്റീവ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കും. സോ അതില് പ്രധാനമായിട്ടും പറയുന്നത് സച്ച് റൈവലറി ഈസ് കോൾഡ് ഇന്റർ യൂണിയൻ റൈവലറി അല്ലെ. അവിടെ എന്താണ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് ഓഫ് സെയിം യൂണിയൻ. ഒരു യൂണിയന്റെ ഉള്ളിൽ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുമ്പോഴാണ് ഈ ഒത്തിരി കൂടി പ്രശ്നം കഠിനമാകുന്നത്. The dynamics associated with it come out due to the multiple unions operating from the same plant or industry. Okay, നമുക്കറിയാം ഇങ്ങനെ വരുമ്പോഴേ ഒന്നിലധികം യൂണിയനുകൾ ഉണ്ടാവുമ്പോൾ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു യൂണിയൻ തന്നെ സ്പ്ലിറ്റ് തന്നെ, പിന്നെ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു യൂണിയൻ ഉണ്ട് അതിന് സ്പ്ലിറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഒരു മെമ്പേഴ്സുകൾ തമ്മിൽ പരസ്പരം അല്ലെ എല്ലാവരും തമ്മിൽ എന്താ പറയുക ഒരു ഐക്യവും ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഡിഫറെന്റ് പൊളിറ്റിക്കൽ അപ്ലിക്കേഷൻ ആയിരിക്കും അല്ലെ. അവിടെയൊക്കെ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. The competitive nature and the concept of a survival of the fittest lead to inter-union conflicts and routine playing games. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ അവിടെ ഐക്യത്തോട് കൂടിയിട്ട് പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് യൂണിയനുകളും അതൊക്കെ ഉണ്ടാവുമ്പോൾ ഓരോരുത്തരുടെ നിലപാടുകളോട് ഒന്നിച്ചു പോകാനായിട്ടുള്ള സാധ്യതകൾ അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഏറ്റവും മികച്ചതിനെ അല്ലെ, ഏറ്റവും നല്ലത് എന്താണ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെ, ഏറ്റവും നല്ലത് എന്താന്നുള്ള രീതിയിൽ മനസ്സിലാക്കി എടുക്കാനും ബുദ്ധിമുട്ടായിട്ട് വരും അല്ലെ. അത് ഒരു ഒന്നൊന്നര കളിയായിരിക്കും എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ ഏതാണ് യാഥാർത്ഥ്യം എന്ന് വരെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലായിരിക്കും അവിടെയുള്ള മെമ്പേഴ്സിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. The situation is considered quite favorable by the management as it works on the divide and rule policy. ഓക്കെ, നമുക്കറിയാം മാനേജ്മെന്റിനെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാ വർക്കുകളൊക്കെ അപ്പൊ പരസ്പരം
തീരുമാനത്തിലാണെങ്കിലും നയപ്രഖ്യാപനത്തിലൊക്കെ ആണെങ്കിലും ഒരു ഡീവിയേഷൻ വരുത്തിയേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ എത്തും. The inter-union rivalry has become a dominant factor in the trade union of India. This has been a very great cause for the lacking of this union in the economic scenario. Okay, നമുക്കറിയാം ഈ ഒരു അല്ലെ അവിടെ അഭിവൃദ്ധി സാധാരണ രീതിയിൽ നമുക്കറിയാം അവിടെയുള്ള പേഴ്സൺസ് ഒക്കെ നല്ല രീതിയിൽ നല്ല ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയൊക്കെ കൈവരിച്ച് മുന്നേറാനൊക്കെ സാധിക്കും. അതേസമയം ഇങ്ങനെ ഒരു അല്ലെ വേർതിരിവും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു, അതെല്ലാം തർക്കങ്ങളൊക്കെ പരിഹരിക്കേണ്ടി വരുന്നു. അപ്പൊ സാമ്പത്തികമായിട്ട് മുന്നേറാനൊക്കെ ആയിട്ട് വളരെ അധികം ബുദ്ധിമുട്ട് അവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. വീണ്ടും ഇൻട്രാ യൂണിയൻ റിവൽറി അല്ലെ അവിടെ വീണ്ടും എന്താണ് നമ്മുടെ യൂണിയന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്പ്ലിറ്റിംഗ് അല്ല, പുറത്തു നോക്കാം. ഇൻട്രാ യൂണിയൻ റിവൽറി ഹാസ് എമർജ്ഡ് ഹാസ് എ hindrance to productivity as well as industrial relations on a large scale. Okay, നമുക്കറിയാം അവിടെ എന്താണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും നമുക്കറിയാം വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും കാണിച്ചു വയ്ക്കുന്നത് അല്ലെ. അപ്പൊ അവിടെയും എന്താണ് എമർജൻസ് ആസ് ഹിൻഡ്രൻസ് ടു പ്രൊഡക്ടിവിറ്റി ആസ് വെൽ ആസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓൺ എ ലാർജ് സ്കെയിൽ അല്ലെ. അവിടെയും എന്താണ് ഉത്പാദനക്ഷമതയ്ക്ക് അല്ലെ ഉത്പാദനത്തോത് നമുക്ക് വിരുദ്ധമായ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ പരസ്പരം ഐക്യമില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. സ്റ്റേറ്റഡ് ബൈ ദ നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ എന്താണ് ഓൺ ലേബർ അല്ലെ NC എന്ന് പറയുന്നതാണ് അതിന്റെ അബ്രിവേഷൻ നോക്കാം. Though healthy competition is an essential part of a trade union democracy, it still can impact the system severely if influenced by individual interest. Okay, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻട്രാ യൂണിയൻ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് അല്ലെ അവിടെ കുറച്ചും കൂടി എന്താണ് പുറത്തുനിന്നുള്ള ഒരു ഘടകം കൂടി നമുക്ക് സപ്പോർട്ടീവായിട്ട് അല്ലെ കിട്ടുന്നതാണ്. ആ യൂണിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് പരിശ്രമിക്കുന്നത്. സോ എന്താണ് കുറച്ചും കൂടി നമുക്ക് നാഷണലി നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു രീതിയാണ് ഇവിടെ പ്രധാനമായിട്ടും അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള പോളിസി നയങ്ങളും അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകളൊക്കെ നമ്മൾ സംതൃപ്തിപ്പെടുത്തി കൊണ്ടുപോകുമ്പോഴും അതിന് പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ടും കൂടി ആവുമ്പോൾ എന്താണ് അവരെയും കൂടി അല്ലെ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ കൂട്ടേണ്ടതായിട്ട് വരുന്നു. കാരണം അവരുടെയും കൂടി ആ ഒരു അല്ലെ റൈറ്റ്സ് അല്ലെ അവർ പറയുന്ന ഉന്നയിക്കുന്ന ആശയങ്ങൾ കൂടി പൊരുത്തപ്പെട്ടു പോകേണ്ടതും ഒരു നിലപാടെടുക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നു. സോ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ അല്ലെ. നമ്മുടെ തീർച്ചയായിട്ടും എന്താണ് ദേശീയ കമ്മീഷൻ ലേബറിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദേശീയ കമ്മീഷന്റെ ആക്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആയിട്ട് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. As per the recommendations of NCL, the intra-union rivalries should be dealt by the central workers only. Okay, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ നാഷണലി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെ സെൻട്രൽ ആയിട്ടുള്ള ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനാണ് അതിന്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ അവര് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ പോകേണ്ടതായിട്ട് വരുന്നു. The regulatory body is designated to settle these dispute and the labor courts should come forward to help on a group's request or an order by the concerned government where a central organization fails to settle the dispute. ഓക്കെ, അപ്പൊ കേസ് എന്താണ് അവിടെ സെൻട്രൽ ഓർഗനൈസേഷൻ സെറ്റിൽമെന്റ് അല്ലെ സെറ്റിൽഡ് ഡിസ്പ്യൂട്ട് തർക്കങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്നതിൽ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഗവൺമെന്റ് അല്ലെ കുറച്ചും കൂടി ആധികാരികമായിട്ട് ഇടപെട്ട് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതൊക്കെ ആയിട്ട് വരും. സോ നമുക്കറിയാം തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയോ അല്ലെ അങ്ങനെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും കോർട്ടിലേക്കൊക്കെ ഇടപെടേണ്ടതൊക്കെ ആയിട്ട് വരുന്നത്. നമ്മള് അല്ലെ അവിടെ ലേബർ കോർട്ടിലേക്കൊക്കെ നമ്മൾ എന്താണ് റിക്വസ്റ്റുകൾ കൊടുത്ത് ഫയൽ ചെയ്ത് അല്ലെ അവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടോട് കൂടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് പ്രോബ്ലംസ് എന്നുള്ള ലിസ്റ്റിൽ നമ്മൾ എന്താണ് ഇതിൽ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക വൈരാഗ്യം ഒത്തുകൊണ്ട് ഒരു കൂട്ടരെ നമുക്കറിയാം ഓരോ കൂട്ടരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നു. സോ അതിലേക്ക് തരണം ചെയ്ത് പോകേണ്ടത് എന്താണ് ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് വരുന്നു. സോ the major cause of industry dispute are intra-union rivalries. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാം
ഈ പരസ്പര വിരുദ്ധ അല്ലെ അവിടെ വൈരാഗ്യങ്ങളാണ് കൂടുതലായിട്ട് അല്ലെ, യൂണിയന്റെ ഉള്ളിൽ തന്നെയുള്ള വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഈ വൈരാഗ്യങ്ങളൊക്കെ മുറിച്ചിട്ടാണ് കൂടുതലായിട്ടും ഇൻഡസ്ട്രിയിലെ പ്രോബ്ലംസ് അറൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വരുന്നത്. They also weakened the trade union movement over the country and affected the collective bargaining power of the trade union. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ട്രേഡ് യൂണിയനുകളുടെ ഓരോ മൂവ്മെന്റുകളും ചിലപ്പോ ഒക്കെ കണ്ടിരിക്കുക അല്ലെ, അവിടെ എന്തെങ്കിലുമൊക്കെ എന്താണ് വീക്ക് സംഭവിക്കാനായിട്ട് അല്ലെ, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. കാരണം അവിടെ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് തന്നെ അല്ലെ, നല്ല ഓരോ കൂട്ടരും മത്സരാധിഷ്ഠിതമായിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും അതെന്താണ് ഓരോ പ്രശ്നങ്ങൾ നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് പവർ എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനെ സംബന്ധിച്ച് നമുക്കറിയാം അത് ഡിഫറെന്റ് ആണ്. അവിടെ പൊളിറ്റിക്കൽ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർക്ക് ആ ഒരു ബാർഗൈനിങ് പവർ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് പറയാണ് ട്രേഡ് യൂണിയൻ മൂവ്മെന്റ്സ് ഓഫ് ദ കൺട്രി അല്ലെ, ആ ഒരു രാജ്യത്തിനെ എടുത്ത് നോക്കുമ്പോൾ കളക്റ്റീവ് ബാർഗൈനിങ് പവർ എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനിൽ തന്നെ അല്ലെ അടക്കം വെച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയുണ്ട്. കാരണം അവര് പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴൊക്കെ കാണിക്കുന്നത്. സോ അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നു. സോ നമുക്കറിയാം ഇൻഡസ്ട്രിയുടെ പ്രവർത്തനങ്ങളൊക്കെ അത് കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെയാണോ? ജസ്റ്റ് മനസ്സിലാക്കുക, ഇൻട്രാ യൂണിയനും ഇന്റർ യൂണിയൻ റൈവലറിയും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, നമ്മുടെ ഒരു അബ്രിവേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ, NCL. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. ജസ്റ്റ് വായിച്ചു നോക്കേണ്ടതാണെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാനോ? സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പർഷിപ്പ് ആണ് അടുത്ത പോയിന്റ്. നോക്കാം, നമ്മൾക്ക് അറിയാം വിവിധ യൂണിയന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോ യൂണിയനിൽ നമുക്കറിയാം അവിടെ എംപ്ലോയീസ് അവർക്ക് സമീതിയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. ചിലപ്പോൾ അത് അല്ലെ ഒരുപാട് പേര് ചില യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കാം, ചിലപ്പോൾ കുറച്ച് പേരായിരിക്കും ഒരു യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ വലിപ്പം ആ മെമ്പർഷിപ്പ് എടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കും അല്ലെ.
The strength and the financial health of a trade union comes from its size. That is a member of members, the number of members. അതായത് നമുക്കറിയാം അതിന്റെ ആ ഒരു ശക്തി, അതേമാതിരി തന്നെ അതിന്റെ ഹെൽത്ത് ആരോഗ്യം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നിർണ്ണയിക്കുന്നത് അതിലെ മെമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് ഒക്കെ കൂടുതലായിരിക്കും, ബാർഗെയിൻ പവർ ചെയ്യാനായിട്ടുള്ള ശക്തി കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ അല്ലെ ഫിനാൻഷ്യലായിട്ട് പൊസിഷനൊക്കെ ഹൈ ആയിരിക്കും. കാരണം അവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ കുറച്ച് കൂടുതൽ കോൺട്രിബ്യൂഷൻ ഒക്കെ നേടാനായിട്ട് സാധിക്കും, കാരണം മെമ്പേഴ്സ് കൂടുതലാണ് അല്ലെ. It also determines the nature and the scope of activity likely to be performed by it and the success it will achieve in safeguarding the interest of employees. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ സൈസ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി കൂടുതലാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ വിജയം നേടിയെടുക്കാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട് അല്ലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയനുകൾ സ്ഥാപിക്കുന്നത്. സോ അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള എംപ്ലോയീസ് മെമ്പേഴ്സ് ആണ് എങ്കിൽ ആ ഒരു ശക്തിയോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്തെടുക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ഇൻട്രസ്റ്റുകൾ നേടിയെടുക്കാനായിട്ട് അല്ലെ, സൈസ് അല്ലെങ്കിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അതിനനുസരിച്ചിട്ട് തന്നെ അതിന്റെ ഇൻട്രസ്റ്റുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. Then, due to the interdependency of a size and operations, bigger the size of a trade union, better functioning it does. However, India has witnessed a decrease in the size of trade unions in recent years due to which the issues of a small size have been faced by trade unions. അതായത് ഇന്ത്യയിൽ നമുക്കറിയാം വലിയ സൈസുകൾ അല്ലെ, അവിടെ എന്താണ് പ്രധാനമായിട്ട് നമുക്കറിയാം സൈസ് വലുതാവാം ചെറുതാവാം അല്ലെ, അതിന്റെ ആ ഒരു ഫംഗ്ഷൻ അതിനനുസരിച്ചിട്ടാണ് ബാധിച്ചിരിക്കുന്നത്. കാരണം മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവര് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവര് ലഭ്യമാക്കും അല്ലെ. എന്നിരുന്നാലും ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് എ decrease in the size of a trade unions in recent years due to which the issues of a small size have been faced by trade union. Okay, നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോഴും അല്ലെ ഇവിടെ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അല്ലെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കുറയാനായിട്ടുള്ള സാധ്യത സ്മോൾ സൈസ് ഇതുകളൊക്കെ ആകുമ്പോൾ കുറച്ച് ഇഷ്യൂസുകൾ കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം എന്താണ്, അവർക്ക് ഒരുപാട് മെമ്പേഴ്സിന്റെ പ്രോബ്ലംസ് അല്ലെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. സോ അങ്ങനെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് മനസ്സിലാക്കാം സ്മോൾ സൈസ് ബിഗ് സൈസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓരോ യൂണിയനുകൾ. അപ്പൊ ആ യൂണിയനിലെ മെമ്പർഷിപ്പ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ പ്രവർത്തനങ്ങൾ വലുതായിരിക്കും. അതോടൊപ്പം തന്നെ അവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. കാരണം മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പർഷിപ്പ്. ഓക്കെ, അതായത് പ്രോബ്ലംസ് വരുമ്പോൾ സ്മോൾ സൈസ് ഓഫ് മെമ്പർഷിപ്പ് വരുമ്പോൾ പ്രോബ്ലംസുകൾ അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ലഘൂകരിക്കാനായിട്ട് സാധിക്കുന്നു. അതേസമയം ബിഗ് സൈസ് ആവുമ്പോൾ അതിനനുസരിച്ചിട്ട് കൂടുതലാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. പ്രധാനമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മെമ്പർഷിപ്പ് കുറയുമ്പോൾ എന്താണ് അവർക്ക് അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കാനായിട്ടുള്ള ഫണ്ട് സമാഹരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വിവിധ ഇഷ്യൂസ് ഓഫ് സ്മോൾ സൈസ് ഹൗ ബീൻ ഫേസ്ഡ് ബൈ ദ ട്രേഡ് യൂണിയൻ. അത് എടുത്ത് പറയാൻ കാരണം അത് സ്മോൾ സൈസ് ആകുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസുകൾ അവിടെ ലഭ്യമാക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഒരു യൂണിയനൊക്കെ ഉള്ളെങ്കിൽ എല്ലാ മെമ്പേഴ്സും അല്ലെ അത്യാവശ്യം മെമ്പേഴ്സ് ഇത് ഒരുപാട് യൂണിയനുകൾ വരുന്നു അല്ലെ, ഒരു യൂണിയനിൽ തന്നെ സ്പ്ലിറ്റേഷൻ ഒക്കെ വരുന്നു. സോ എന്താണ് അവിടെ ചെറിയ ഗണങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്നു. ചില പ്രവർത്തനങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബാർഗെയിൻ പവർ ഒന്നും നടത്താൻ പറ്റാത്ത രീതിയിൽ അല്ലെ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ എത്തുന്നു. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്മോൾ സൈസ് ഓഫ് യൂണിയൻ മെമ്പർഷിപ്പ്. ഒക്കെയാണോ? ജസ്റ്റ് ഹെഡിങ്ങുകൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറില്ല. കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ അല്ലേ? ക്ലിയർ ആവുന്നില്ലേ? അതായത് എന്റെ വോയിസ് ശരിയല്ല, ഞാൻ ഇത്തിരി സൗണ്ട് കുറച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ?
വോയിസ് ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് പുവർ ഫിനാൻഷ്യൽ പൊസിഷൻ. എന്താണ് നമ്മളിപ്പോ ജസ്റ്റ് കണ്ടതാണ്. ആ സൈസ് അനുസരിച്ചിട്ട് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻസിന് കുറവുകൾ ഉണ്ടാവുന്നതുമായി വരുന്ന ബുദ്ധിമുട്ടുകൾ. For the effective functioning of the trade unions, it is desirable that they must have a good financial status. ഓക്കെ, ഒരു നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വിചാരിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ജാഥ സംഘടിപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ നമുക്കറിയാം അവിടെ എല്ലാവരും അല്ലെ ഇറങ്ങി തിരിച്ച് ചെറിയ രീതിയിലെങ്കിലും അല്ലെ ഒരു എല്ലാവരും കൂടാനായിട്ടുള്ള ഒരു അവസരങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു ബാനറൊക്കെ വിളിച്ചു കെട്ടി അല്ലെ എന്തെങ്കിലുമൊക്കെ മുടിയൊക്കെ പിടിച്ചിട്ടൊക്കെ വേണം നമുക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ അല്ലെ. എന്തെങ്കിലും അല്ലെങ്കിൽ പേപ്പേഴ്സിൽ നമുക്ക് ചെറിയ വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെ എന്തെങ്കിലും എത്തുകൂത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവാം. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഫണ്ട് അവിടെ ആവശ്യമാണ്. സോ എന്താണ് അവിടെ ഫണ്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം മെമ്പേഴ്സ് കൂടിയാലാണ് അവരുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ പറയാണ് for the effective functioning of the trade union it is desirable that they must have a good financial status. അവിടെ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ in order to fulfill various commitments, achieve their goals and conduct a variety of programs, a lot of funds are required. നമുക്കറിയാം അല്ലെ വ്യത്യസ്തമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഗോളുകൾ നേടിയെടുക്കണം, ലക്ഷ്യങ്ങളൊക്കെ നമ്മളിപ്പോ ഒരു അല്ലെ ഒരു എന്തെങ്കിലും ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചു, മറ്റുള്ളവരിലേക്ക് കുറെ ആശയങ്ങളൊക്കെ പങ്കുവെച്ചു, അല്ലെങ്കിൽ എല്ലാവരും കൂട്ടായ്മ സംഘടിപ്പിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസുകളൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് ഫണ്ട് അവിടെ ആവശ്യമാണ്. For this, the financial position of the union must be strong. നമുക്കറിയാം അവിടെ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ. However, it is noted that the financial position of most of the trade unions has generally been bad over the last few years. നമുക്കറിയാം ചെറിയ ചെറിയ യൂണിയനുകളൊക്കെ ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് അതിനനുസരിച്ചുള്ള ഫണ്ട് സമീകരിക്കാൻ പറ്റാതെ വരുന്നു. സോ ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് എന്താണ് യൂണിയനുകളിലൊക്കെ അല്ലെ ഫിനാൻഷ്യൽ പൊസിഷനെ അധികം കാണാനായിട്ട് സാധിക്കുന്നില്ല. It is generally believed that the trade unions can work more effectively only if they support their organization and put more attention on improving their financial health. അല്ലെ ഓർഗനൈസേഷന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ അല്ലെ put more attention on improving their financial health, ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെയാണ് അവർക്ക് ഫിനാൻഷ്യലി ഇംപ്രൂവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നുള്ളൂ. അല്ലാതെ യൂണിയനില് എന്താണ് ഫിനാൻഷ്യലി ഒരു സ്ട്രെങ്ത് കേന്ദ്രീകരിക്കാൻ അല്ലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കാതെ വരുന്നു. മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ എ ട്രേഡ് യൂണിയൻ. നമുക്കറിയാം അവിടെ മെമ്പേഴ്സിന്റെ ഓരോ യൂണിയനിലും ഉള്ള മെമ്പേഴ്സിന്റെ അല്ലെ വരിസംഖ്യയാണ് പ്രധാനമായിട്ടും ആ ട്രേഡ് യൂണിയന്റെ ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത്. Other sources of funds are donations, sale of magazines or handouts, etc. Okay, അപ്പൊ ഇത് ചെറിയ പോയിന്റ് ആണെങ്കിലും നോട്ട് ചെയ്യേണ്ടതാണ്. അതായത് എന്താണ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ട്രേഡ് യൂണിയൻ അല്ലെ. ട്രേഡ് യൂണിയന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ആണ്. ദെൻ എന്താണ് അതേപോലെ തന്നെ മറ്റു സോഴ്സുകൾ ചോദിച്ചു കഴിഞ്ഞാലും എഴുതി പോവാം. എന്താണ് ഫണ്ട് ഡൊണേഷൻസ്, സെയിൽ ഓഫ് മാഗസീൻ ഓർ ഹാൻഡ്ഔട്ട്സ് എക്സെട്ര. ഓക്കെ, ആരെങ്കിലൊക്കെ സംഭാവനകൾ തരുമ്പോൾ അല്ലെങ്കിൽ മാഗസീനും ഹാൻഡ്ഔട്ടുകളൊക്കെ നമ്മൾ പ്രസിദ്ധീകരിച്ച് അല്ലെ അതിലൂടെയൊക്കെ ചെറിയ വരുമാനമൊക്കെ നേടിയെടുക്കാനൊക്കെയാണ് സാധ്യതകൾ ഉണ്ടാവുക. Compensating office bearers and office staff expenses incurred in annual convention and meeting times, printing, postage, stationery, etc. are few of the expenditure of this trade union. ട്രേഡ് യൂണിയന് ചെലവുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് ചെലവഴിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ അല്ലെ, പ്രിന്റിങ് അല്ലെ, വാളായിട്ട് എന്തെങ്കിലും കൈകാര്യം ചെയ്തെടുക്കുമ്പോഴോ കോൺഫറൻസ് ഒക്കെ വിളിച്ചു കൂട്ടാനൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റേജ്, സ്റ്റേഷനറി, ഓക്കെ, ഇത്തരത്തിലുള്ള ചെലവുകളെല്ലാം തന്നെ എന്താണ് ട്രേഡ് യൂണിയനിന് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്.
സോ ഈ എക്സ്പെൻസുകളെല്ലാം നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം അവിടെ മെമ്പർഷിപ്പ് കൂടുതലുണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ അവർക്ക് ലഭ്യമാകുമ്പോഴാണ് അതെല്ലാം മീറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സൈസ് വലുതാണ് എങ്കിൽ അല്ലെ അവിടെ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കും then അവരുടെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളും അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ ഫണ്ട് സമീകരിക്കാനായിട്ട് കുറവായിരിക്കും. ഇൻ കേസ് അത് അല്ലാത്ത തരത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻകംസ് ഉണ്ട്, അതായത് നമ്മൾ കണ്ട ഡൊണേഷനും സെൽ ഓഫ് മാഗൻസീൻസും ഹാൻഡ് ഔട്ട്സ് ഒക്കെ. പക്ഷെ എങ്കിൽ കൂടി നമുക്കറിയാം മെമ്പേഴ്സ് കൂടുമ്പോൾ അവരുടെ സബ്സ്ക്രിപ്ഷൻസ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ലഭ്യമാക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തൊരു പോയിന്റ് പറയുന്നത് പുവർ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. ഓക്കെ, 4ഉം 5ഉം ഒന്ന് ജസ്റ്റ് നോക്കാം. അടുത്ത പോയിന്റിലേക്ക് പോകാം. 2 പോയിന്റും കൂടി ഉണ്ട്. ഇമ്പാക്റ്റീവ് ഫങ്ഷനിങ്. ഇതാണ് ഇമ്പാക്റ്റീവ് ഫങ്ഷനിങ് എന്ന് പറയുന്നത്. അതായത് നിഷ്ക്രിയ പ്രവർത്തനം അല്ലെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇഫ് ട്രേഡ് യൂണിയൻസ് ഹാവ് പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് they cannot function properly. അതായത് പുവർ ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലെ, പ്രധാനമായിട്ടും എന്താണ് പുവർ ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് സൈസ് കുറയുമ്പോൾ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ കുറവാണ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും അവിടെ കൃത്യമായിട്ടുള്ള വരിസംഖ്യ ലഭ്യമാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ഫംഗ്ഷനുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അല്ലെ. ആൾറെഡി യൂണിയന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ട്രേഡ് യൂണിയൻ ഹാവ് പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ദേ കാനോട്ട് ഫങ്ഷൻ പ്രോപ്പർലി. അവര് പുവർ ആണെങ്കിൽ, ഫിനാൻഷ്യൽ കണ്ടീഷൻസ് പുവർ ആണെങ്കിൽ അവർക്ക് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ആൻ ആക്റ്റീവ് വേ, അതായത് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ദ വർക്കേഴ്സ് ബിക്കം ഡിമോട്ടിവേറ്റഡ് ആൻഡ് ദ പെർഫോമൻസ് ഓഫ് ദ യൂണിയൻ ഗോസ് ഡൗൺ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രവർത്തനങ്ങളൊന്നും ഇല്ല എങ്കിൽ, യൂണിയന്റെ സപ്പോർട്ടൊന്നും ഇല്ല എങ്കിൽ എന്താണ് അവരൊന്നിനും അവിടെയുള്ള മെമ്പേഴ്സും ഒന്നിനും മുന്നിട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ യൂണിയനോടൊപ്പം ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്താണ് അത് എന്താണ് ഗോസ് ഡൗൺ, താഴേക്ക് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് സാമ്പത്തികമായിട്ടുള്ള ചെറിയ പുരോഗതിയൊക്കെ ഉണ്ടെങ്കിൽ, എന്താണ് ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാൻ സാധിക്കും. സോ യൂണിയനും അതിന് മുന്നോട്ട് പോകാനായിട്ട് അല്ലെ, എംപ്ലോയിയോടൊപ്പം തന്നെ നിന്ന് ചലിച്ചു പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അതേസമയം ഇങ്ങനെയുള്ള ഒരു അല്ലെ നമുക്ക് പുവറായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളോ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് പോകാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാ മെമ്പേഴ്സിന്റെയും അല്ലെ അവര് യൂണിയനിൽ പങ്കെടുക്കണോ വേണ്ടേ എന്നുള്ള രീതിയിലായിരിക്കും അവര് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത്. അവരുടെ പെർഫോമൻസും വളരെ കുറവായിരിക്കും. സോ അവരെ ഡ്യൂട്ടിയിൽ മാത്രം ഏർപ്പെട്ട് അല്ലെ, അതായത് സമയം യൂണിയനോടൊപ്പം ചേർന്നുകൊണ്ടുള്ള പുതിയ പ്രവർത്തനങ്ങളൊന്നും അവര് നടപ്പാക്കാനായിട്ട് ശ്രമിക്കില്ല. അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷനിൽ തന്നെ അവർ ചിലപ്പോൾ ആണെങ്കിൽ ആക്റ്റീവായിട്ട്, കാരണം അവരുടെ റൈറ്റ്സ് ഒന്നും നേടിയെടുക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല, യൂണിയനെ കൊണ്ടും പറ്റുന്നില്ല അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ ലെസ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും അവിടെ പ്രധാനമായിട്ടും ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഓക്കെ, അപ്പൊ ഇനാക്റ്റീവ് ഫങ്ഷൻസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ആണ് ഇനാക്റ്റീവ് ഫങ്ഷൻസിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലെ. പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് എന്തുകൊണ്ടാണ് പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് വരുന്നത്?
അവരുടെ സൈസ് കുറവായിരിക്കുമ്പോഴാണ് പുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അതായത് സൈസ് കുറയുമ്പോൾ പരിസംഖ്യയൊക്കെ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിക്കാതെ വരും. ഓക്കെയാണോ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം. എന്താണ് വിക്ടിമൈസേഷൻ? വിക്ടിമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വേർതിരിവ് അല്ലെ? എന്താണ് വേർതിരിവ് എന്ന് നോക്കാം. സോ ദിസ് വേർഡ് സിംപ്ലി മീൻസ് ദാറ്റ് certain person is a victim or has been blamed for or faced an unfair behavior. ഓക്കെ, അതായത് ചില പേഴ്സൺസ് അല്ലെ, നമുക്കറിയാം എല്ലാ പേഴ്സൺസ് അല്ല, കുറച്ച് അല്ലെ സം പേഴ്സൺസ് ആണെങ്കിൽ അവരെ എന്താണ് വേർതിരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ചിലപ്പോൾ ആണെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികളെല്ലാം അല്ലെ ആ ഒരു രീതി കൊണ്ടൊക്കെയാണ് അവരെ വേർതിരിക്കാൻ. ചിലപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് ഒരു വേർതിരിവ് ഫീൽ ചെയ്യിപ്പിക്കും അല്ലെ. തൊഴിലാളികളുടെ ബന്ധത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, അവരോടൊക്കെ പരസ്പരം ഐക്യത്തോട് കൂടിയിട്ട് തന്നെ പോകണം, ആരെ വേർതിരിച്ചൊന്നും കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ യൂണിയനിലാണെങ്കിലും യൂണിയൻ നേതാക്കളൊക്കെ ചിലരോട് ഒരു വേർതിരിവ് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. This included consisting an employee regularly to separate himself from the union and his activities, discrimination only because he is a member of a trade union, severally punishing an employee, etc. ഓക്കെ, ചില യൂണിയനിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ അവരോട് ഒരു സെപ്പറേഷൻ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അവരോട് അല്ലെ ഒരു ചിലപ്പോൾ വേണമെങ്കിൽ ആ യൂണിയന്റെ സ്മൂത്ത് വേയില് ഇന്ന യൂണിയൻ ആ ഒരു ഓർഗനൈസേഷൻ ആ ഒരു ഇൻഡസ്ട്രിയിൽ സ്മൂത്ത് നന്നായിട്ട് പോകുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ ഒരു വിക്ടിമൈസേഷൻ അല്ലെ, ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയനുകൾ മാത്രം അല്ലെ അതിൽ അംഗത്വം സ്വീകരിച്ചതിന്റെ പേരിൽ ചിലപ്പോൾ ഏതെങ്കിലും മെമ്പേഴ്സിനോട് ഒരു വിക്ടിമൈസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. സോ അങ്ങനെയുള്ളവരെ വരുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ അവരെ പണിഷ്മെന്റ് അല്ലെ ജോലിയിലൊക്കെ തന്നെയാണെങ്കിൽ കുറച്ച് അഡീഷണൽ ജോലിയൊക്കെ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാനായിട്ട് എന്താണ് തൊഴിലുടമ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ വിക്ടിമൈസേഷനും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. തൊഴിലുടമ ചിലപ്പോൾ വേണമെങ്കിൽ എല്ലാ ട്രേഡ് യൂണിയനിലും അല്ലെ ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുത്തവർക്കൊക്കെ ഒരേപോലെ വീക്ഷിക്കാനായിട്ടുള്ള സാധ്യതകളില്ല. കാരണം തീർച്ചയായിട്ടും നമുക്കറിയാലോ അവര് ബാർഗെയിൻ ചെയ്യുന്ന ഒരു നേച്ചറിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ് അവര് അല്ലെ ആ ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ ഒരു വിക്ടിമൈസേഷൻ അല്ലെ പ്രധാനമായിട്ടും എംപ്ലോയറെ കാണിച്ചു പോകുന്നത്. അപ്പൊ വിക്ടിമൈസേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം ട്രേഡ് യൂണിയനിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ട്രേഡ് യൂണിയൻ എന്തായാലും ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അല്ലെ അവിടെ ഇവരുടമയിൽ നിന്ന് ബാർഗെയിൻ ചെയ്യുന്നുള്ള ആ ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ ഒരു സെപ്പറേഷൻ അല്ലെ ഒരു വിക്ടിമൈസേഷൻ ഒരു വേർതിരിവ് അതിലുള്ള മെമ്പേഴ്സിനോട് പ്രധാനമായിട്ട് കാണിക്കുമെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ചില സെവറൽ പണിഷിംഗ് കാര്യങ്ങളൊക്കെ അല്ലെ അത്തരത്തിലുള്ള മെമ്പർഷിപ്പ് എടുത്ത എംപ്ലോയിക്കൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നതൊക്കെ ഉള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം പ്രോബ്ലംസ് ആണ് അല്ലെ. നമ്മള് ഒരു ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഉണ്ടാവുന്ന പ്രോബ്ലംസുകളെയാണ് നമ്മളിപ്പോ ജസ്റ്റ് നോക്കി കണ്ടത്. എന്താണ് 7th പോയിന്റ് വരെയാണ് ഉള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകള് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ജസ്റ്റ് ആ ഹെഡിങ്സുകളൊക്കെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതേമാതിരി തന്നെ നമ്മൾ അബ്രിവിയേഷൻ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കാണാറുള്ളത്
അല്ലെ അവരുടെ സബ്സ്ക്രിപ്ഷൻ, മെമ്പേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ ആണ് അവരുടെ എമൗണ്ട് അല്ലെ, അവരുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സൗണ്ട് എന്നുള്ളത് പ്രധാനമായിട്ട് മനസ്സിലാക്കുക. സൈസ് അല്ലെ, സൈസ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. സൈസ് കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുന്നു, സൈസ് കുറയുന്നതനുസരിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കുറയുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുക, കളക്റ്റീവ് ബാർഗെയിനിങ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. അതായത് എന്താണ്, എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ, അവരുടെ ചിലപ്പോൾ സാലറി സംബന്ധമായ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷന് സംബന്ധമായ കാര്യമായിരിക്കാം, അല്ലെ മറ്റേതെങ്കിലും അല്ലെ എന്തെങ്കിലും അഗ്രിമെന്റ്സ് കൂട്ടി തരണമെന്നോ അല്ലെങ്കിൽ പാരിതോഷികങ്ങൾ തരണമെന്നോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആയിരിക്കും അവരുടെ ആവശ്യങ്ങൾ വരുന്നത്. സോ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ തൊഴിലാളികൾ പറയുമ്പോൾ ചിലപ്പോൾ നിറവേറ്റി കൊടുക്കണമെന്നില്ല. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവരൊരു അല്ലെ ഏതെങ്കിലും ഒരു യൂണിയന്റെ ഒക്കെ ശക്തിയോട് പിൻബലത്തോട് കൂടിയിട്ട് ബാർഗെയിൻ ചെയ്യാൻ, വിലപേശി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. സോ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. Okay, meaning and definition of collective bargaining. The concept of collective bargaining was first originated by Sidney and Beatrix Weber in Britain and also by Gombas in the USA. Okay, ഇത് വന്നിരിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് originated by Sidney and Beatrix നിന്നാണ്. Then also ആരാണ്, US കോമ്പസും ഇതില് കളക്റ്റീവ് ബാർഗെയിനിങ്ങിനെ കുറിച്ച് നിന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് അവരെല്ലാമാണ് ഇത് ഉടലെടുത്ത് വന്നിരിക്കുന്നത്. The term collective bargaining can be split into two words അല്ലെ, രണ്ട് വേർഡ്സ് ആയിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്, collective and bargaining. It is a collective process because the issue associated with the employment terms and conditions are resolved by the representative of employees and management together. അതായത് എന്താണ് കളക്റ്റീവ് പ്രോസസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം തൊഴിലുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ, ഈ കണ്ടീഷൻസുകളിലെല്ലാം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ അല്ലെ ഒരു ഒരു ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട്, അതായത് തീർച്ചയായിട്ടും റെപ്രസെന്റേറ്റീവ്സ് അല്ലെ, എംപ്ലോയിയുടെ റെപ്രസെന്റേറ്റീവും തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് എംപ്ലോയർക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് സോൾവ് ചെയ്യുന്നത്, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിലപേശൽ അല്ലെ, തൊഴിലുടമയുടെ നിലപാടുകൾ മാനേജ്മെന്റ് അവിടെ അവതരിപ്പിക്കുമ്പോൾ തൊഴിലാളികളുടെ നിലപാടുകൾ എന്താണ്, എന്തെങ്കിലും എംപ്ലോയീസ് അല്ലെ യൂണിയൻ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം യൂണിയൻ ലീഡേഴ്സ് ഒക്കെ ആയിരിക്കും അവര് അവതരിപ്പിക്കുന്നത്. സോ ഇവർ തമ്മിൽ ഓരോ കാര്യങ്ങൾ അവരവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് വിലപേശി നടത്തുന്ന ഒരു കാര്യത്തിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് തുടങ്ങി വെച്ചതേ ഉള്ളൂ, നമുക്ക് അതിന്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നടുത്തത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായോ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ജസ്റ്റ് നോക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. മാഡം നമ്മുടെ എക്സാം എങ്ങനെയാണ്, തിയറി വൈസ് ആണോ ഒബ്ജക്റ്റീവ്സ് ആണോ? ഒബ്ജക്റ്റീവ്സ് ആണ്, അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ നിങ്ങൾ ബൈക്ക് ഹാർട്ടൊന്നും പഠിക്കുന്ന ഒബ്ജക്റ്റീവ് ബേസ് ആയിരിക്കും. മോക്ക് ടെസ്റ്റില് ഓൾറെഡി ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടല്ലോ, ആ ഒരു രീതിയായിരിക്കും ഉണ്ടാവുക. ഓക്കെ ഓക്കെ. ഇതില് മറ്റേ ട്രേഡ് യൂണിയൻ ഇല്ലേ, പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻ, അതില് പഠിക്കാനാണ് കുറച്ച് കേൾക്കാൻ പറ്റിയില്ല എനിക്ക്, ജസ്റ്റ് വന്നിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാ, പ്രോബ്ലംസ് ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന ഭാഗത്തില് അത് പോയിന്റ് പഠിക്കണം. അതില് പൊതുവെ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ചാപ്റ്ററിലും നമുക്ക് ഒരുപാട് അല്ലെ, ഇപ്പോ നമ്മുടെ അല്ലെ എംപ്ലോയീസ് മാനേജ്മെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് റിട്ടേൺസ്, ഇതില് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യകത വരില്ല. നമുക്കറിയാം ചെറിയ ചെറിയ രീതിയിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇപ്പൊ പ്രോബ്ലം എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഓക്കെ, അപ്പൊ പ്രോബ്ലം എന്നുള്ള ഭാഗത്ത് നിന്നും തന്നെ നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ലെ. വളരെ റയറായിട്ടോ ഒന്നോ അതിപ്പോ രണ്ടോ ചിലപ്പോൾ വേണമെങ്കിൽ ആ ഒരു ഭാഗം വിട്ട് കളയാനും സാധ്യതയുണ്ട്. ആ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 10-20 അല്ലെ, നമ്മള് ഒരു സ്ട്രെങ്ത് ഇതിനനുസരിച്ച് ചോദ്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അല്ലെ ഫൈനൽ എക്സാം ഒക്കെ ആകുമ്പോൾ ഒരു 10-9 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാനുള്ളത്. സോ ഇങ്ങനെയുള്ള എല്ലാ ടേംസിനെ കുറിച്ചിട്ടും വലിയ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിന് ഏതെങ്കിലും ഒരു റയറായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ 2-3 പോയിന്റ്സ് വെച്ചിട്ട് പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തന്നത്.
അതായത് അവരുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെ, അവരുടെ വരിസംഖ്യയാണ് അതിന്റെ ഫണ്ട് എന്ന് പറയുന്നത്. സൈസും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഡിഫറെന്റ് പ്രോഗ്രാംസ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക അല്ലെ. പിന്നെ അവിടെ ഒരു അബ്രിവേഷൻ വന്നിട്ടുണ്ട്, അബ്രിവേഷൻ നോട്ട് ചെയ്യുക. അപ്പൊ 4-5 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോട്ട് ചെയ്യുക. ഞാൻ അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റിൽ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അതിന് ചിലപ്പോൾ വരാം ഏതെങ്കിലും ഒരെണ്ണൊക്കെ ആ ഒരു രീതിയിൽ നിന്നും. ഓക്കെ, എല്ലാം ഭയങ്കരമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് അവർ ക്ലാസ് ഉണ്ട്. നമുക്കൊരു അല്ലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് ജസ്റ്റ് പറഞ്ഞു പോവാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ഇൻട്രാ-യൂണിയൻ റൈവലറി അല്ലെ, റൈവലറി ആ പ്രോസസ്സിനെ കുറിച്ചിട്ട് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ചെറിയ പോയിന്റ് അല്ലേ. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ വായിച്ചു വരാൻ ശ്രമിക്കുക. ഈ രീതിയിൽ നിങ്ങൾ ഒരുങ്ങാം. ഒരുപാട് ഭയങ്കരമായിട്ട് പഠിക്കാതെ കുറച്ച് പോയിന്റ്സ് എങ്കിലും മനസ്സിൽ കേന്ദ്രീകരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, താങ്ക് യു. പ്രധാനമായിട്ടും വായിച്ചു പോകാൻ പറയുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ചു പോകാട്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ആകുമ്പോഴേക്കും. അതാണ് ഞാൻ ഇച്ചിരി സമയം തരുന്നത് വായിച്ചു പോകാനായിട്ട്. നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.